ഹായ്, ഇന്ന് നമ്മൾ കായംകുളം വരെ പോവുകയാണേ. അപ്പോൾ രാവിലെ ഇറങ്ങണമെന്നൊക്കെ കരുതിയെങ്കിലും എല്ലാത്തിനെയും ഒരുക്കി ഇറക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ സമയമായിട്ടുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ പോകേണ്ടതായിരുന്നു. ഇവിടെ കുഞ്ഞനാണെങ്കിൽ കാലിന് നല്ല വേദനയായിട്ട് ഇരിക്കുകയായിരുന്നേ. അതുകൊണ്ട് പിന്നെ ഇന്നലെ ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും പറ്റിയില്ല. എന്നാൽ ഇന്ന് രാവിലെ ഇറങ്ങാമെന്ന് വെച്ചാൽ അതും പറ്റിയില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് അങ്ങ് പോകാം. നമ്മുടെ മാമൻ്റെ മോളുടെ കല്യാണം കേട്ടോ. അന്നേരം നേരത്തെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് പുതിയ സ്റ്റെപ്പാണോ? കളിയാക്കുവാണോ? ഇനി വാന്ന്. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് നമുക്ക് വേറൊരിടം വരെ കയറണമായിരുന്നു. അതായത് നമുക്കല്ല, എനിക്കാണെങ്കിൽ കുഞ്ഞൻ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ല. പിന്നെ ലാസ്റ്റ് സമയമായിട്ടാണ് പറഞ്ഞത് ഒരു സാധനം ഞാൻ വാങ്ങിച്ചു, എനിക്ക് ഇതുവരെ കിട്ടിയില്ല എന്നൊക്കെ. അങ്ങനെ ഇതാ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ കല്ലുംതാഴെ അടച്ചിട്ടേക്കുന്നത് കാരണം ഇപ്പം അങ്ങോട്ടൊന്നും അതിൽ കൂടെ ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കറങ്ങിയൊക്കെ ആയിട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ സാധനം വന്ന് കിടക്കുന്നത് ഇവിടെ ആയിട്ട് ഡെലിവറിയിൽ. അങ്ങനെ അതിൻ്റെ കാര്യം. ഹലോ റിതൂട്ടാ, എന്തുവാ ചാരി ഇരുന്ന് പാലുകൂടിയാണോ? ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തു, നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് പോയി. ഹേയ് റിതൂട്ടാ, കിട്ടുമായിരിക്കും. അവിടെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. സാധനം കയ്യിൽ കിട്ടുവാണെങ്കിൽ കൈയോടെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് കരുതി. പിന്നെ കുഞ്ഞൻ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ പിന്നെ ഇതാ ഒരു സെൽഫ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുക. ഇവിടെ ഉണ്ട്, പക്ഷെ അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അവർക്ക് എടുത്ത് തരാൻ പറ്റത്തില്ലെന്ന്. അത് നാളെ മൈലാപ്പൂർ എന്തോ ചെല്ലും. എന്തായാലും ഇന്ന് സാധനം കിട്ടത്തില്ല, നമുക്ക് വീട്ടിൽ പോവാം. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടിരുന്നിടത്ത് അവിടെ പോച്ച ചെത്തുകയാണേ. പിന്നെ നമ്മൾ ഈ ഒരു സാധനമായിരുന്നു കേട്ടോ എനിക്ക് കുഞ്ഞൻ ഓർഡർ ചെയ്തത്. പക്ഷേ സാധനം കൈ കിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് പോകുമ്പോൾ ഇടാന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ വരുന്ന വഴിക്ക് ഋതുവിനെ ഒരു സൈഡിൽ ഇങ്ങനെ, ഋതുവിനെ അല്ല വണ്ടിയുടെ സൈഡിൽ നിർത്തിയിട്ട് ഋതുവിന് പിരികും പൊട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവൾക്ക് പൊട്ടൊക്കെ വെച്ച് കൊടുത്താലേ ഒരു ഭംഗിയുള്ളൂ. എന്തായാലും കല്യാണത്തിന് വെള്ളം പോകുന്ന കൂട്ടങ്ങ് ഛർദ്ദിക്കുമായിരുന്നല്ലോ. ഭയങ്കരമായിട്ടങ്ങ് വല്ലാതെ വന്നു. വേറെ ഒന്നും നമ്മൾ കഴിച്ചില്ലല്ലോ രാവിലെ. വെള്ളം ഒത്തിരിയും കുടിച്ചായിരുന്നു. ഇത് അമ്മ ഇങ്ങനെ ആക്കിയത്. ഇത് വരുന്ന അനങ്ങി എനിക്ക് തല കറങ്ങി. എനിക്ക് ബ്രേക്ക് ചവിട്ടുമ്പോ എനിക്കിങ്ങനെ നോക്കി എനിക്ക് തലയ്ക്കങ്ങ് ബുദ്ധിമുട്ടായി. ആണ് മേലെ അവള് വന്നിട്ട് കൗട്ടി, അവള് കൊറേ ഛർദ്ദിച്ച് എന്റെ മേലത്തൊഴിച്ച്. ഋതുട്ടൻ രാവിലെ തൊട്ടേ 1-2 വട്ടം കൗട്ടിയിട്ടുണ്ടായിരുന്നേ. ഫുഡും നന്നായിട്ട് അവൾ കഴിച്ചതും ഇല്ല. പിന്നെ ഇറങ്ങുന്ന തിരക്കും ബഹളമൊക്കെ ആയതുകൊണ്ടായിരിക്കും അവൾക്കും എനിക്കും. ഞങ്ങളും രാവിലെ അധികം ഫുഡൊന്നും കഴിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും വരുന്ന വഴിക്ക് ഫുള്ള് ഛർദ്ദിലായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങ് തീരെ വയ്യാതെ പോലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല തലചുറ്റലും ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മാമിയുടെ പോയി. പക്ഷേ പിന്നീട് ഇപ്പോൾ കുഞ്ഞു ചെയ്ത കച്ചവടത്ത് പോയില്ലോ. മാത്രമേ ഞാൻ വരത്തുള്ളൂ. ഒന്നുമില്ല. എന്താ നീ പോടാ. ആദ്യം ഇപ്പഴാ ഒന്ന് ചിരിച്ചേ. കൊള്ളാമോ? ഞങ്ങളിവിടെ കറക്റ്റ് സമയത്തിനായിട്ടോ വന്നത്. ഫുഡ് കഴിക്കേണ്ട സമയത്ത് ഉച്ചയായപ്പോഴാണ് വീട്ടിലെത്തിയത്. അവിടെ വന്ന് ഋതുവിനെ എല്ലാവരും തിരിഞ്ഞെടുത്തോണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഋതു ആണെങ്കിൽ ആദ്യം കുഴപ്പമൊന്നും ഇല്ലാതെ ഇരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് കരച്ചിലങ്ങോട്ട് ആരംഭിച്ചു കേട്ടോ. പിന്നെ കരച്ചിലായിരുന്നു. ഒറ്റ മനുഷ്യൻ്റെ കയ്യിലും പോകുന്നില്ല. തുമ്പിയുടെ കയ്യിലാണെങ്കിൽ പിന്നെ അവൾ ചിരിച്ചും കളിപ്പിച്ചും ഒക്കെ അവളുടെ കയ്യിൽ മാത്രം പിന്നെയും പോകുന്നുണ്ടായിരുന്നു. വേറെ ആരും കയ്യിൽ പോകുന്നില്ല. പിന്നെ മാമിയൊക്കെ എടുത്തുകൊണ്ട് പോയെങ്കിലും കുറച്ച് നേരം കഴിയും പിന്നെയും കരയും. പിന്നെ ആരുടെടുത്തും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഋതുവിന് ഞാൻ വന്ന സമയത്ത് തന്നെ ഒരു പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ഇച്ചിരി ചോറ് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ അവൾക്ക് ഇത്തിരി ചോറ് ഞാൻ ഞെരടി ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തെങ്കിലും അവളത് കഴിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ 1-2 വായൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ തുപ്പി കളഞ്ഞിട്ടേ ഇരിക്കുകയായിരുന്നു. ആൾക്കങ്ങോട്ട് ഇവിടെ വന്നിട്ട് എല്ലാവരെയും കൂടെ കണ്ടുകൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു. ആൾ പേടിച്ചിട്ട് വരണ്ടിരിക്കുകയായിരുന്നു. ആരുടെ കയ്യിലും പോകുന്നില്ല. അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. അമ്മയുടെ കയ്യിൽ പോലും അവൾ പോകുന്നില്ല. കരച്ചിലും ഇല്ല, ഒന്നുമില്ല അല്ലേ? കള്ളൻ
ഞാൻ എല്ലാവരും എടുത്തേക്കോ ഒരുപാട് ഇവിടെ രണ്ട് ഇപ്പൊ ചിരിക്കുന്നു രണ്ട് തെറ്റായി ഇത് മാത്രമല്ല ആദ്യം ഒറ്റ മനുഷ്യൻ്റെ കയ്യിലും പോകുന്നില്ല, എൻ്റെ കയ്യിലും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മയുടെ ഉപ്പാട് മന്തിരടിയും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അമ്മയുടെ കയ്യിൽ നിന്ന് അവ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല, രണ്ടറ്റത്ത് ഇങ്ങനെ കയറി ഇരിക്കുകയായിരുന്നു. ഋതുവിനെ പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് താഴെ വന്നിട്ടുണ്ടായിരുന്നേ കുടുംബ വീട്ടിൽ. അങ്ങനെ അവിടെ വന്നിട്ട് പിന്നെ വല്യമ്മച്ചയൊക്കെ കണ്ടിട്ട് പിന്നെ ഇതാ ഋതുവിനെ ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഉറങ്ങിക്കിടക്കുകയാണ്. പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് വൈകുന്നേരത്ത് അവിടെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് കയറി പോകണം. അപ്പോൾ ഋതുവിന് പുതിയ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നേ, കുഞ്ഞമ്മ കൊണ്ടുവന്നതായിട്ട്. ഇനി നമുക്ക് കല്യാണ വീട്ടിൽ പോകുന്നതിന് മുന്നേ ഋതുവിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ. ഒരു പഴഞ്ഞെരടി കൊടുത്തിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും അവൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല. പഴമെങ്കിലും കഴിച്ച് അവൾ വയറ്റിൽ എന്തെങ്കിലും കിടക്കട്ടെ എന്ന് കരുതി അത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പഴവും കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അവളെ ഒരുക്കി ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം ഞങ്ങൾ പിന്നെ മുകളിലോട്ട് പോകുന്നുണ്ട്. അമ്മ കുറച്ച് കഴിഞ്ഞ് കയറി വരാമെന്ന് പറഞ്ഞാൽ അവിടെ വല്യമ്മച്ച ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് അമ്മയൊക്കെ അവിടെ നിൽക്കുക കേട്ടോ. ഋതുവിൻ്റെ മാത്രം ഡ്രസ്സ് മാറി, ഞങ്ങൾ പിന്നെ ഡ്രസ്സ് മാറിയില്ല, സെയിം ഡ്രസ്സ് തന്നെ ആയിട്ട് ഇട്ടിരുന്നേ. അങ്ങനെ കല്യാണ പെണ്ണിനെ നമ്മൾ കണ്ടില്ലല്ലോ, ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് കേട്ടോ. അന്നേരം വന്നപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റി കല്യാണ പെണ്ണാന്ന് മനസ്സിലായിട്ടോ. അങ്ങനെ എന്തായാലും പോയി. അവിടെ വന്ന് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഗാനമേള ഉണ്ടായിരുന്നു. അങ്ങനെ അതും കേട്ട് ഇതാ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഋതുട്ടനോട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ആരുടെ കയ്യിലും പോകുന്നില്ലെന്ന് മാത്രം, എൻ്റെ കയ്യിലാണെങ്കിൽ മാത്രം കുഴപ്പമില്ലാതിരിക്കും. ഋതുവേ ഋതുവേ കണ്ടില്ല കണ്ടില്ല. ഇവിടെ തുമ്പിയുടെ കയ്യിൽ കുറച്ച് നേരമെങ്കിലും അവൾ പോകുന്നതാണ് എനിക്ക് ഏകൊരു ആശ്വാസം. കുഞ്ഞിൻ്റെ കയ്യിലും അങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങളവിടെ കുറച്ച് നേരം ഗാനമേള കേട്ടിട്ടുണ്ടിരുന്നപ്പോൾ നല്ല സൗണ്ട് കാരണം ഞാൻ പിന്നെ അകത്ത് പോയിട്ടുണ്ടായിരുന്നേ. അകത്ത് പോയിട്ട് ഞങ്ങൾ റൂമിൽ ഇരിക്കുകയായിരുന്നു, കാരണം മോൾക്ക് അത്രയും സൗണ്ട് പറ്റത്തില്ല കേട്ടോ. പിന്നെ ഋതു രാവിലെ തൊട്ടേ മോശമായിട്ട് കാണിച്ചിരുന്നെങ്കിലും അവളുടെ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ദേവുവിൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ടത് കാണിച്ച് വിളിച്ച് അങ്ങനെ അവരുടെ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ വരുന്നുണ്ടായിരുന്നില്ല, അവളുടെ കയ്യിൽ ഇരുന്നിങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നു കേട്ടോ. ഞാനും കുഞ്ഞനും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് കേട്ടോ ഫുഡ് കഴിച്ചത്. ഞാൻ ഋതുവിനെ കരയങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വാരി കഴിക്കുക ചെയ്തത് കേട്ടോ. ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല. പക്ഷെ അവൾ കരഞ്ഞൊന്നുമില്ല. ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്നിട്ട് പറഞ്ഞിട്ടാ പോയി, ഞാൻ ഈ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്, കരയുവാണെങ്കിൽ പെട്ടെന്ന് കൊണ്ട് തന്നാൽ മതിയെന്ന് കേട്ടോ. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ആൾ നല്ല ഉറക്കം കേട്ടോ, നന്നായിട്ടിരുന്ന് ഉറങ്ങിയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ പൂജയാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും നിരത്തി പിടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദക്ഷിണ കൊടുക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കങ്ങ് ചങ്ക് വരും കേട്ടോ. അതായത് ദക്ഷിണയൊക്കെ ഞാൻ അങ്ങനെ ആർക്കും പൂജയ്ക്കായിട്ടോ ഫസ്റ്റ് ടൈം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് മുന്നിക്കങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതായിട്ടോ വേറെ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ഋതു ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ അവിടേക്ക് നിന്ന് 1-2 ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് കേട്ടോ മാമൻ, അതായത് കല്യാണ പെണ്ണിൻ്റെ അച്ഛൻ. പിന്നെ ഇത് നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റീവും ആണ്. പിന്നെ ഞാൻ പക്ഷേ എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ഓർമ്മയില്ല കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പറായിട്ടാണ് ഞാൻ മെസ്സേജൊക്കെ ഇങ്ങനെ, അതായത് കമൻറ്റ്സൊക്കെ ഇടുമ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ വെച്ചിട്ടാട്ടോ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവിടെ ചെന്നിട്ട് ഒരുപാട് പേരെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ തകർത്ത് പിടിച്ച് ഗാനമേള നടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ശോകം പാട്ടുകളായിരുന്നു കേട്ടോ. ലാസ്റ്റ് വന്നപ്പം കുറച്ച് അടിച്ചുപൊളി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഋതുവാണെങ്കിൽ കരയുന്നെങ്കിലും എല്ലാവരുടെ കയ്യിൽ ഇത്തിരിയൊക്കെ കുട്ടികളുടെ കയ്യിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ പാട്ടൊക്കെ കേട്ടപ്പോൾ ഡാൻസ് കളിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരും കളിക്കുമ്പോൾ. പക്ഷേ ഋതുവിനെയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ ആ ഒരു മൂലയ്ക്ക് അങ്ങേയറ്റത്ത് ഹോളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഋതുവിനെയും കൊണ്ട് പുറത്തോട്ട് പോലും ഇറങ്ങിയില്ല. പിന്നെ വീഡിയോസാണ് ഞാൻ കണ്ടത് കേട്ടോ. കുഞ്ഞൻ വെളിയിൽ നിന്ന് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വിഷമമൊന്നും ഇല്ല, എന്നാലും ചെറിയൊരു സങ്കടം അത്ര തന്നെ. എല്ലാവരും അടിച്ച് പൊളിച്ചൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഒരാഗ്രഹം കാണത്തില്ലേ. എനിക്കാണെങ്കിൽ പാട്ട് കേട്ടാൽ ഇങ്ങനെ തുള്ളിക്കൊണ്ടേയിരിക്കാൻ തോന്നും കേട്ടോ. അതെന്തോ പണ്ട് തൊട്ടേ ഉള്ളതാണ്. പക്ഷേ അടിച്ച് പൊളിക്കാൻ കുഴപ്പമില്ല. നമ്മുടെ കുഞ്ഞിൻ്റെ സേഫ്റ്റി ആണല്ലോ നമ്മൾ നോക്കേണ്ടത്. സ്പീക്കറിൻ്റെ അടുത്തൊന്നും നമ്മൾ കൊണ്ടുപോയി വെച്ച കുഞ്ഞുങ്ങളുടെ കേൾവിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. അങ്ങനെ
അങ്ങനെ പിന്നെ ഇതാ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരുടെ അടുത്തും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകാൻ ഇറങ്ങി. ഇനി എനിക്ക് നാളത്തേക്ക് മുല്ലപ്പൂ മേടിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പം തന്നെ 10 മണിയായി. എന്തായാലും കട അടച്ച് കാണുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ അടുത്ത്. എനിക്ക് നാളെ ഈ മനുഷ്യൻ വാങ്ങിച്ചുകൊണ്ട് തരാമെന്നൊക്കെയാണ് പറഞ്ഞത്. വാങ്ങിച്ചുകൊണ്ട് തരുമോ ഇല്ലയെന്നൊക്കെ ഇനി ദൈവത്തിനറിയാം. അപ്പോൾ നമുക്ക് നാളെ കാണാം. പത്രകയുള്ളൂ. എന്തിനാ അമ്മേനെ വഴക്ക് പറഞ്ഞത്? ഇങ്ങനെ ആക്കുമായിരുന്നു. എന്ത് വാങ്ങ